ഇടപെടുകയാണ്. സുമോദിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ സിദ്ധരാമയ്യയുടെ വാർത്താ സമ്മേളനമുണ്ട് ರಾಜ್ಯ ಪ್ರಖ್ಯಾಪನಕ್ಕೆ ಶೇಷം. ಮೊದಲಿನಿಂದಲೂ ಹೇಳ್ತಿದ್ದೆ, ಅನೇಕ ಸಾರಿ ಹೇಳಿದ್ದೀನಿ ಮಾಧ್ಯಮದವರು ಮುಂದೆ ಮತ್ತೆ ಹೊರಗಡೆ. ಹೈಕಮಾಂಡ್ನವರು ಯಾವಾಗ ಸೂಚಿಸ್ತಾರೆ ಆವಾಗ ರಾಜೀನಾಮೆಯನ್ನು ಕೊಡ್ತೇನೆ ಅಂತ ಹೇಳಿದ್ದೆ. ಅದರ ಪ್ರಕಾರ ಮೊನ್ನೆ ಹೈಕಮಾಂಡ್ನವರು ರಾಜೀನಾಮೆ ಕೊಡಿ ಅಂತ ಹೇಳಿದ ಮೇಲೆ ನಾನು ನಾಳಿದ್ದು ರಾಜೀನಾಮೆ ಕೊಡ್ತೀನಿ ಅಂತ ಹೇಳಿದೆ. ಅಂದರೆ ಇಂದು ಹಾಗಾಗಿ ಇವತ್ತು ರಾಜೀನಾಮೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ഗവർണർക്ക് മുൻപാകെ രാജി സമർപ്പിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് സിദ്ധരാമയ്യ. DK ശിവകുമാറിനൊപ്പം ഒരേ കാറിലെത്തിയാണ് സിദ്ധരാമയ്യ ഗവർണറെ കണ്ടത്. അതിനുശേഷം വാർത്താ സമ്മേളനം നടക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുമോദ് കൂടി ചേരുകയാണ്. സുമോദ്, ഏത് രീതിയിലായിരുന്നു സിദ്ധരാമയ്യെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡ് ഈ 6 മാസം നീണ്ട ചർച്ചകൾ സിദ്ധരാമയ്യ ഈ പദവിയിൽ നിന്ന് ഒഴിയണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചത്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി കടുപ്പിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നത്. സിദ്ധരാമയ്യ ചൂണ്ടിക്കാണിച്ചത് 135 കോൺഗ്രസ് MLA-മാരിൽ 109 പേരും തന്നോടൊപ്പം തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല പല ചർച്ചകളിലും ഇവർ പിന്തുണ നൽകി ഒപ്പിട്ട കത്ത് സിദ്ധരാമയ്യ ഹാജരാക്കുകയും ചെയ്തു. ഇത് കേരളത്തിലേതുപോലെ തന്നെ, അതായത് നമ്പറുകൾ അംഗസംഖ്യ ആരുടെ ഒപ്പമാണ് എന്നുള്ളതല്ല, ധാരണ എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ പാലിക്കണം എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അവസാന നിമിഷം വരെ പ്രിയങ്ക ഗാന്ധി DK ശിവകുമാറിനെ എത്രയും വേഗം മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ നിലപാടിലേക്ക് ഒടുവിൽ രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ സിദ്ധരാമയ്യക്ക് പടിയിറങ്ങേണ്ടി വന്നത്. അദ്ദേഹം കേവലം ഈ തരത്തിൽ കർണാടക രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. കാരണം OBC രാഷ്ട്രീയമാണ് എപ്പോഴും രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2-3 വർഷമായി തുടർച്ചയായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ OBC മുഖം എന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് ഉയർത്തിക്കാട്ടുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല നേരത്തെ മല്ലികാർജ്ജുന ഖാർഗെയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെയും കാലാവധി കഴിയുകയാണ്. സിദ്ധരാമയ്യ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാക്കും എന്നുള്ള ഒരു അഭ്യൂഹം കൂടിയാണ്. ഇത്തരത്തിലുള്ള ചില പദവികൾ നൽകാം എന്നുകൂടി കാണിച്ചതോടുകൂടിയാണ് സ്ഥാനമൊഴിയാൻ അദ്ദേഹം തയ്യാറായത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ ഇപ്പോൾ MLA കൂടിയാണ്. അദ്ദേഹത്തിന് പുതിയ ക്യാബിനറ്റിൽ ഇടം കണ്ടെത്താനും സാധ്യതയുണ്ട്.